السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. يا أيها الذين آمنوا اتقوا الله حق تقاته اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنني هداني ربي إلى صراط مستقيم. ആദരവ് നിറഞ്ഞ ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബീങ്ങളായ മലക്കുകൾ സന്നിഹിതരായിട്ടുള്ള ഈ മഹനീയമായ ഇൽമിന്റെ മജ്ലിസിലെ നമ്മുടെയൊക്കെ ഒരുമിച്ച് കൂടലിനെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബ് ഈ കൂടിച്ചേരുന്നതിൽ അവന്റെ സ്വർഗത്തിന് പകരമായുള്ള ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എന്തായാലും നിങ്ങൾ വലിയൊരു തിരക്കിലാണെന്ന് എനിക്കറിയാം. കടിയും കുടിയും അൽഹംദുലില്ലാ നല്ല കാര്യമാണ്, റബ്ബിനെ മറക്കാതിരിക്കുക. ചില ആളുകളൊക്കെ ഇടത്തെ കൈകൊണ്ട് കുടിക്കുന്നത് കാണുന്നുണ്ട്. അത് ദയവ് ചെയ്ത് വലത്തെ കൈയിലേക്ക് മാറ്റണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എൻ്റെ വിഷയം അതാണ്, സലഫി ആദർശത്തിന്റെ മൗലികത. നമ്മളൊക്കെ സലഫികളാണ്. സലഫികൾ എന്ന് പറയുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കിബാറുകളായ അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തി വലുതാക്കിയ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന, വിഹരിക്കുന്ന, ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹത്തുക്കളായ ആളുകൾ. അള്ളാഹു നമ്മളെയൊക്കെ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 3-ാമത്തെ വാചകം. ഈ വടകര മണ്ഡലം ദഅവാ സമ്മേളനത്തിൽ വന്നിരിക്കുന്ന നല്ലവരായ എൻ്റെ രക്ഷിതാക്കളോടും സഹോദരി സഹോദരന്മാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ മൊബൈലിലോ മിനിമം കടലാസോ പേനയോ കയ്യിൽ കരുതിയോ ഈ വിഷയങ്ങൾ ഹൃദിസ്ഥമാക്കാൻ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചറബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. വലിയൊരു അനുഗ്രഹം ലോകത്ത് പടച്ചറബ് മനുഷ്യരാശിക്ക് നൽകിയ വലിയ അനുഗ്രഹം. അതാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, ദിവ്യപുരുഷന്മാർ, മഹത്തുക്കൾ അവരെ മുഴുവനും ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചുപോയ ദൈവത്തിന്റെ സ്വന്തം ആദർശം. അല്ലാഹു പറഞ്ഞു വിശുദ്ധ ഖുർആനിലൂടെ, മുസ്ലിമീങ്ങളുടെ അവകാശവാദമല്ല, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അത് മാത്രമേ പടച്ച റബ്ബിങ്കൽ ഒരു മതമായി സ്വീകരിക്കൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിച്ചു 23 വർഷക്കാലയളവിന്റെ ഉള്ളിൽ. ചെറിയ കാലം ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ വരെയുള്ള പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചത് അതിന്റെയൊക്കെ മൗലികമായ ആശയം ഒന്നാണ്. അതിന്റെ പൂർത്തീകരണം അള്ളാഹുവിന്റെ ഹബീബിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. ഇനി യാതൊന്നും കൂട്ടിച്ചേർക്കാനോ യാതൊന്നും എടുത്തു കളയാനോ ഇല്ല. ഇനി എന്ത് ചെയ്താൽ മതി? അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ മതി. ഇത് അള്ളാഹുവിന്റെ ഹബീബ് കൃത്യമായി ലോകത്ത് പഠിപ്പിച്ചു. ആ പഠിപ്പിക്കപ്പെട്ടത് നമ്മുടെ കയ്യിൽ ഇന്ന് ലഭിക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. കൃത്യമായി നമുക്കതിനെപ്പറ്റി ഒരു ബോധവും ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഹബീബ് മക്കാ രാജ്യത്തേക്ക് കടന്നു വന്നത് അവർക്ക് വെറുപ്പുള്ളവനായിട്ടല്ല,
വിദ്വേഷമുള്ളവനായിട്ടല്ല, വിരോധിയായിട്ടല്ല, അവർക്കാർക്കും ഇഷ്ടപ്പെടാത്ത ഒരാളായിട്ടല്ല. അൽ അമീനാണ്, സത്യസന്ധന, വിശ്വസ്തന, നീതിമാനിൽ ഏറ്റവും വലിയ നീതിമാന സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അന്ന് പ്രവാചകത്വം കിട്ടിയിട്ടില്ലാത്ത 40-ാമത്തെ വയസ്സിൽ മാത്രം പ്രവാചകത്വം കിട്ടിയ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് തന്റെ 23 വർഷക്കാലയളവും വിനിയോഗിച്ചത് ഞാനും നിങ്ങളും അടങ്ങുന്ന ലോകത്തെ ജനതയ്ക്ക് വേണ്ടിയാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി. അള്ളാഹുവിന്റെ ഹബീബ് കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ആട്ടിയോടിക്കപ്പെടലുകൾ, ഛിദ്രതകൾ, ഭിന്നതകൾ, കക്ഷിത്വങ്ങൾ, ഇതെല്ലാം റസൂലുള്ളാഹിന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചവർ. ഫറഖ്ത ജമാഅതനാ, ഞങ്ങളുടെ മഹല്ല് ഭിന്നിപ്പിച്ചു എന്ന് പറഞ്ഞവർ, ജ്യേഷ്ഠനും അനുജനും ഇടയിൽ കച്ചറുണ്ടാക്കി എന്ന് പറഞ്ഞവർ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ത്വലാഖ് ചെല്ലാൻ കാരണക്കാരനായി എന്ന് പറഞ്ഞവർ, അങ്ങനെയൊക്കെ ആക്ഷേപങ്ങളുടെ നീണ്ട ശരങ്ങളും അതിനനുസരിച്ച പ്രവർത്തനങ്ങളും കൊണ്ട് ജീവിതമാകെ പ്രയാസപ്പെട്ടു പോയ ഹബീബിന്റെ മുന്നിൽ അപ്പോഴും പിടിച്ചു നിന്നത് ഈ ഒരു ആദർശത്തിന്റെ തനിമ കൊണ്ടും മഹത്വം കൊണ്ടും പടച്ച റബ്ബ് ലോകത്തിന്റെ നേതാവായി ലോകത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ടും മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ മുന്നിൽ കുറച്ച് ആളുകൾ വന്നു, വളരെ കുറച്ച് ആളുകൾ, വളരെ ഏതാനും ചില സീറ്റുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടക്കകാലം. പിന്നീട് കസേരകൾ വർദ്ധിച്ചു, സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചവരെല്ലാവർ, അവരുടെ ഇരിപ്പിടം വർദ്ധിച്ചു. മദീനയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് പാലായനം ചെയ്യുമ്പോഴേക്കും അൻസാറുകൾ എന്ന് പറയുന്നൊരു വിഭാഗവും കൂടി കൂടിച്ചേർന്നു. അങ്ങനെ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. പടച്ച റബ്ബിന് തൃപ്തിപ്പെട്ട, പടച്ച റബ്ബ് ഇങ്ങോട്ട് തൃപ്തിപ്പെട്ട സാബിഖീങ്ങളായ മുൻഗണന നന്മയിൽ പ്രവാചകനെ സ്വീകരിക്കുന്നതിൽ, പ്രവാചകൻ കൊണ്ടുവന്ന ലോകത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശത്തെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിൽ, അതുവഴി സ്വർഗരാജ്യങ്ങളിലേക്കുള്ള വഴി എളുപ്പമാക്കിയവരിൽ മുൻഗണനവരായ മുഹാജിറുകളും സ്വഹാബാക്കളായ അൻസാറുകളും. ഈ രണ്ട് വിഭാഗം അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിലെ ദർസ്, അവിടുത്തെ മജ്ലിസ്, അവിടുത്തെ ക്രയവിക്രയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ലോകങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നതിന്റെ പരിസരത്ത് ആയിരങ്ങൾ തമ്പടിക്കാൻ തുടങ്ങി. കാലക്രമേണ അത് ലക്ഷങ്ങളായി. ബൈത്തുൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചുള്ള ബൈഅത്തോടുകൂടി ലക്ഷക്കണക്കിന് സ്വഹാബത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കുല്ലുഹും, അവരെല്ലാവരും സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി. ഞാൻ വിചാരിച്ച് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകള് അള്ളാന്റെ റസൂലിനോട് വലിയ മഹബത്തുള്ള ആൾക്കാരാണ്, ഇത്ര വലിയ പിശുക്കന്മാരാവും ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുത്തുനബിന്റെ പേര് കേട്ടാലേ നിയ്യത്തക്കാനല്ല പറഞ്ഞത്, സ്വലാത്ത് ചെല്ലാനാ പറഞ്ഞത്. വലിയ അബദ്ധം അത്. മുജാഹിദുകളിലും നമ്മുടെ സമസ്തക്കാരിലുള്ളൊരു അബദ്ധം, തുറന്നു പറയാട്ടോ. നമ്മളിന്ന് അസ്ർ നമസ്കരിച്ചപ്പോ എന്ത് ചെയ്തു? നിയ്യത്ത് കരുതി. നമ്മളെ സമസ്തക്കാർ സുഹൃത്തുക്കൾ എന്ത് ചെയ്തു? അത് പറഞ്ഞു. സുന്നത്തിനെതിരാ. നിയ്യത്ത് എന്താ? കരുതല, പറയലല്ല. എന്നാ ആ സഹോദരങ്ങൾ ഞാനിപ്പോ പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ പേര് കേട്ടുമ്പോ അവര് പറഞ്ഞു അത് സുന്നത്ത്, കരുതി. അത് നമ്മളെ വക. സ്വലാത്ത് കരുതലല്ല, സ്വലാത്ത് പറയലാണ്. നീയത്ത് പറയലല്ല, നീയത്ത് കരുതലാണ്. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആശയത്തിന്റെ വിശാലതയിലേക്ക് കടന്നു വരാൻ നമ്മൾ ശ്രദ്ധിക്കുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒച്ചട്ടിട്ട് ഇവിടെ ഒരു മിനി സ്വലാത്ത് നഗർ ആക്കണം എന്നല്ലേ പറഞ്ഞത്? കോണോമ്പാറ സ്വലാത്ത്, മുട്ടിപ്പടി സ്വലാത്ത്, മേനോമ്പാറ സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനത്തെ ഒരു കേന്ദ്രം ഉണ്ടാക്കണം എന്നല്ല, ഉള്ളതുപോലെ ആകണം, ഉള്ളതുപോലെ ആകണം. അപ്പോഴേ സലഫുകളുടെ ആദർശത്തിന്റെ മൗലികത എന്ന ചർച്ചയിലേക്ക് കടന്നു വരുമ്പോ ഇത് ബാധകമായത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ശേഷം അത് പറയേണ്ടതില്ലല്ലോ എന്നൽക്ക് അള്ളാഹു വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തോ ഒരു മീനിന്റെ പേര് പറയില്ലേ? എന്താ പറയാ? ആമീൻ. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കണം ഓരോന്നോരോന്നല്ലേ. എന്തൊരു കഥ ആലോചിച്ചു. ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിയോഗിതരായ മുജാഹിദീങ്ങൾക്ക് ഇപ്പൊ ആമീൻ പറയണേൽ പറഞ്ഞു കൊടുക്കണോ? സഹോദരങ്ങൾ എങ്ങോട്ടൊന്ന് ഉഷാറായിരിക്കും. ചായയും ആ ബോണ്ടയാണ് ദയിച്ചില്ലേ, പിടിച്ചില്ലേ എവിടെ? ഇൻഷാ അല്ലാഹ് അതൊക്കെ കൃത്യമായിട്ട് നടന്നോട്ടെ. പക്ഷെ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി,
അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ എണ്ണം കൂടി, സ്വർഗത്തിന്റെ ആളുകളുടെ എണ്ണം കൂടി. അങ്ങനെ മനസ്സിലാക്കാം. സ്വഹാബത്തിന്റെ എണ്ണം കൂടി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ വാതായനങ്ങൾ മലക്കെ തുറക്കപ്പെടാൻ സൗഭാഗ്യം കിട്ടിയ മഹത്തുക്കളുടെ എണ്ണം വർദ്ധിച്ചു. എല്ലാവരും സ്വർഗത്തിന്റെ അഹലുകാർ. ആ കൂട്ടത്തിൽ ചിലരുണ്ടായിരുന്നു നരകത്തിന്റെ അഹലുകാരും. അവരെ നമ്മൾ വേർതിരിക്കും, മുനാഫിഖുകൾ എന്ന് പറഞ്ഞിട്ട്. റസൂലുള്ളാഹിക്ക് വഹി മുഖേന അറിയിക്കപ്പെട്ട കൂട്ടർ അതിനകത്തുണ്ടായിരുന്നു. അത് നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ല, നമ്മുടെ ചർച്ചയുടെ ഭാഗം അതല്ല. ഒരിക്കൽ കൂടി ഇത് പറയാണ്, പക്ഷേ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ വിഭാഗം ഉണ്ടാകരുത്. പടച്ചറപ്പ് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അള്ളാന്റെ റസൂല് ഈ ഒരു വിഭാഗത്തെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. എങ്ങനെ? ചെറുപ്പം മുതൽ ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് ചോറ് കൊടുത്ത് വലുതാക്കണ കഥയല്ല, തർബിയത്ത് നൽകി സ്വർഗത്തിന്റെ അഹലുകാരാക്കി ഉയർത്തി. റളിയല്ലാഹു അൻഹും. നമ്മൾ അവിടെ പേര് കേൾക്കുമ്പോൾ പറയും റളിയല്ലാഹു അൻഹും, അല്ലേ? വളരെ കൃത്യമായി. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് ഈ കൂട്ടരോട് പറഞ്ഞു, എന്തറിയോ സ്വഹാബ, എന്റെ സ്വഹാബത്തിനെ മുന്നിൽ വെച്ചിട്ട് അള്ളാന്റെ റസൂല് പറയാണ്, ഈ ജനത, ഈ ആദർശത്തിന്റെ വക്താക്കൾ 73 വിഭാഗമായി പിരിയും. ആരോടാ പറയണമെന്നറിയോ? ആരോടാ പറയണമെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബിന് വാക്ക് കൊടുക്കുന്ന, ചെവി കൊടുക്കുന്ന, അതിനെ സമിഅനാ വഅതഅനാ ആമന്നാ വസല്ലംനാ, ജീവിതത്തിന്റെ മേഖലകളിലേക്ക് ഭാര്യക്കെതിരായാലും ഭർത്താവിനെതിരായാലും മക്കൾക്കെതിരായാലും കൂടപ്പിറപ്പുകൾക്കെതിരായാലും ഏത് സംവിധാനങ്ങൾക്കെതിരായാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുവായിക്കെതിരുവായില്ലാതെ നേർക്ക് നേരെ ജീവിതത്തിലേക്ക് പകർത്തിയ സ്വഹാബത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഗൗരവമായ ശബ്ദം, സ്വഹാബ, ഈ ജനത 73 വിഭാഗമായി പിരിയും. ഏത് ജനത? ഏത് ജനത? ഈ ആദർശത്തിന്റെ വക്താക്കൾ. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, കുല്ലുഹും ഫിന്നാർ. സ്വഹാബത്തെ, ഈ ജനതയിൽ മുഴുവനും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ. അള്ളാന്റെ റസൂലിന്റെ ഈ വാക്ക് സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷം തോന്നിണ്ടാവും. ഒരു വിഭാഗം ഒഴിച്ച് ബാക്കി ഈ വിഭാഗത്തിൽ 73 കക്ഷികളായി പിരിയു ഈ ഉമ്മത്ത് മുസ്ലിമ. എല്ലാ നരകത്തില് ഒരു വിഭാഗം ഒഴിച്ച്. വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം. ഒരു ഹദീത്തിൽ എന്താ അറിയുള്ളത്? നിങ്ങളെ മുൻഗാമികൾ പിളർന്നതുപോലെ മുൻഗാമികളായ നസ്വാറാക്കൾ 72 കക്ഷികളായി, എല്ലാവരും നരകത്തിൽ ഒരു വിഭാഗം ഒഴിച്ച്. നിങ്ങളുടെ മുൻഗാമികളായ ജൂതന്മാർ 71 കക്ഷികളായി, എല്ലാവരും നരകത്തിൽ ഒരു വിഭാഗം ഒഴിച്ച്. അതുപോലെ ഉമ്മത്ത് മുസ്ലിമ ഒരു കക്ഷി കൂടി കൂടും, 73 ആകും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. പടച്ചറബ് അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 72 കക്ഷികൾ നിസ്കരിച്ചവരുണ്ടാകും, നോമ്പ് നോറ്റവരുണ്ടാവും, സക്കാത്ത് കൊടുത്തവരുണ്ടാവും, ഹജ്ജ് ചെയ്തവരുണ്ടാവും, ഉംറ നിർവഹിച്ചവരുണ്ടാവും, ഖുർആൻ ഓതിയവരുണ്ടാകും, സ്വലാത്ത് ചൊല്ലിയവരുണ്ടാകും, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരുണ്ടാകും. എന്തേ അവര് നരകത്തിൽ പോകാൻ? നമ്മുടെ ചർച്ചയുടെ മർമ്മഭാഗത ഈ ഉമ്മത്ത് മുസ്ലിമ 73 കക്ഷികളായി വേർതിരിയുമെന്നും എല്ലാവരും നരകത്തിൽ പോകുമെന്നും ഒരു വിഭാഗം ഒഴിച്ച് എന്ന് പ്രത്യേകം റസൂല് പറയുകയും ചെയ്തതിൽ നിങ്ങൾ ആലോചിക്കേണ്ട വസ്തുത ഉണ്ട്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഖീല വമൻ ഹിയ യാ റസൂലല്ലാഹ്, റസൂലെ ആരാ പഴിച്ചത്? ആരാ നരകത്തിൽ പോയത്? ആരാണ് നരകത്തിന്റെ തീക്കുണ്ടാരത്തിന്റെ അരികിലേക്ക് വിധിക്കപ്പെട്ടവരാരാ? ഏതാ കക്ഷി, ഏതാ ടീം, ഏതാ ഗ്രൂപ്പ്, ഏതാ പാർട്ടി എന്ന് സ്വഹാബത്ത് ചോദിച്ചില്ല. നമ്മളങ്ങനെ എല്ലാരെയും കണ്ട അത് ഏതാ സാധനം? മുജാഹിദ്. ഏത് ഗ്രൂപ്പാ? അത്. ഏതാ സാധനം? സുന്നി. ഏതാ ഗ്രൂപ്പ്? നമ്മളങ്ങനെ പറയാ. സ്വഹാബികളെ നല്ല ചോദിച്ചത്, റസൂലേ, അള്ളാഹുവിന്റെ റസൂലേ, ആ വിഭാഗം ഏതാ? ഏത് വിഭാഗം? ഇല്ലാ മില്ലത്തൻ വാഹിദ, സ്വർഗത്തിന്റെ വഴിത്താര തിരഞ്ഞെടുത്ത ആ ഒരു വിഭാഗം ഏതാണ് റസൂലേ? ഖാല, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ 2641 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്ന സ്വഹീഹാണ്. ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ നരകത്തിലാണെന്ന് റസൂല് പറഞ്ഞപ്പോ ഏതാ വിഭാഗം എന്ന് ചോദിച്ചപ്പോ റസൂല് പറഞ്ഞു, ഞാനും. നിൽക്കുന്ന സ്വഹാബത്തിനോട് പറയും, നിങ്ങളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊണ്ടവർ.
അതിനാ നമ്മൾ പറയാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതിനാണ് നമ്മൾ പറയാ ത്വായിഫത്തുൽ മൻസൂറ. അതിനാണ് നമ്മൾ പറയാ ഖുറബാ, അപരിചിതർ. അതിനാണ് നമ്മൾ പറയാ സലഫികൾ, സലഫുകളുടെ മാർഗം പിൻപറ്റിയവർ എന്നൊക്കെ നമ്മളവരെ പറ്റിയാ പറയാ. നിങ്ങൾ ആലോചിച്ച് ഇതിൽ ഉറബ എന്ന് പറഞ്ഞ പദം വളരെ രസമാണ്. ചിലപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു പദം ഉറബ. ഖുത്ബ പറയാൻ വേണ്ടി ചെന്നൊരു പ്രദേശം, ഭൂരിപക്ഷം മുസ്ലിം പ്രദേശം. അവിടെ ചെന്നപ്പോ ഞാൻ മാത്രം ഉറബ. കടയിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഏതോ ഒരു അന്യഗ്രഹ ജീവിയെ കണ്ട പോലെ. ആ സമയത്ത് നമ്മളെ മറ്റേ ചങ്ങായി തോറോബോറയിൽ ഒളിഞ്ഞു കളിക്കുന്ന സമയം. ആര്? മറ്റേ ശൈത്താണ്ടല്ലോ, മരിച്ചുപോയേ. മനസ്സിലായില്ല? ബില്ലാദൻ ആ പിശാചിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന സമയം. എന്റെ ഭാഷയിലാട്ടത്. എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ തോന്നിക്കണം. കാരണം ഒരു മുസ്ലിം ആണെന്ന് പറയാൻ പറ്റൂല, അത്രത്തോളം നികൃഷ്ടത. എന്തോ ആയിക്കോട്ടെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ, എനിക്ക് അതിനെ കുറിച്ച് വിഷയമില്ല. പക്ഷെ എന്റെ മനസ്സിലെ കാഴ്ചപ്പാട് അദ്ദേഹം അങ്ങനെയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരൊക്കെ പിശാചുക്കളാണ്, മുസ്ലിമീങ്ങളല്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന സമയം അപ്പൊ ചെറിയൊരു ലുക്കുണ്ട്, താടിയും ഇതൊക്കെ പാടെ കാണുമ്പോൾ ഉണ്ടാവുകക്കാർ അള്ളാഹു അലം, എനിക്കറിയില്ല. എന്തായാലും ഇറങ്ങി നോക്കിയ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. അപ്പൊ ഞാൻ ആ വെള്ളിയാഴ്ച പള്ളിക്ക് വന്നു. അപ്പൊ എന്നെ കണ്ടപ്പോൾ ഇത് ഖത്തീബായിരുന്നു അല്ലേ. ശരി. പിറ്റത്താഴ്ച നോട്ടൊന്ന് ലേശം കുറഞ്ഞു, അങ്ങനെ കുറഞ്ഞു വന്നു. അപ്പൊ സത്യത്തിൽ അവർ നോക്കാൻ കാരണമായ ഒന്ന് എന്റെ മുഖത്തുണ്ടായിരുന്നു. ഈ സദസ്സിലെ ഭൂരിപക്ഷത്തിന്റെ മുഖത്തുള്ള ഒന്ന്, സലഫിയത്തിന്റെ ശിആറുകളിൽപ്പെട്ട ഒന്ന്. ഇൻഷാ അല്ലാഹ് വിശദാംശങ്ങൾ പുറകെ വരും. ഒന്നുമല്ല, വെറുതെ ബാർബർക്ക് പൈസ കൊടുക്കാഞ്ഞാൽ അതങ്ങനെ വളർന്നു വന്നോളൂ. ഉറബ, അപരിചിതർ, അഹ്ലുസുന്നത്തിന്റെ ഒരു ലക്ഷണം അത്. ആ കൂട്ടത്തിലാണ് നമ്മൾ പറയാൻ പോണ ഈ സലഫികൾ എന്ന് പറയുന്ന അവരുടെ ആദർശത്തിന്റെ മൗലികതയുള്ള നമ്മൾ ചർച്ച. അവരാരാന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ വാച കർമ്മണ അഖ്വാലിഹി വഅഫ്ആലിഹി വതഖരീരിഹി വമാ ഹമ്മ ബിഫഅലിഹി. റസൂലുള്ളാഹി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വരെ അതൊക്കെ സുന്നത്താ. വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഫതഹുൽ ബാരിയിൽ കാണാം. റസൂലുള്ളാഹിയുടെ സുന്നത്ത് വിശദീകരിക്കുന്നു. അതിനങ്ങനെ തന്നെ പുലർത്തിയവർ, പകർത്തിയവർ, ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവർ, അവരാണ് അസ്സഹാബ. അൽ ജമാഅ എന്ന് പറഞ്ഞാലും അതാണ്. ഈ സ്വഹാബത്താണ് അൽ ജമാഅത്ത്. ഈ ജമാഅത്തിന്റെയും അവരെ ജമാഅത്താക്കി മാറ്റിയ, സ്വഹാബത്താക്കി മാറ്റിയ റസൂലുള്ളാഹിയുടെ സുന്നത്തും, ഇത് രണ്ടും മുറുകെ പിടിക്കുന്ന ഒരു മാർഗം, അതിന്റെ മൗലികത. അതാ നമ്മളെ ചർച്ചയുടെ മർമ്മഭാഗം. ഏത് കോലത്തിൽ കൊണ്ടായാലും നിങ്ങൾക്ക് മനസ്സിലാകണം പിന്നീട്. അതിനെ അങ്ങനെ പറഞ്ഞത് നോക്കണം നിങ്ങള്. അവിടെ വളരെ കൃത്യമാണ്. ഈ 73 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം മാത്രമാണ് ആ ആളുകൾ. ആ ആളുകളുടെ വിശ്വാസം, ആ ആളുകളുടെ പ്രവർത്തനങ്ങൾ, ആ ആളുകളുടെ കർമാനുഷ്ഠാനങ്ങൾ, ആ ആളുകളുടെ വേഷം, രൂപം, സാമ്പത്തിക മേഖല, അവരുടെ സദാചാര മേഖലകൾ, അവരെങ്ങനെ ജനതയെ കണ്ടു, അവരെങ്ങനെ ലോകത്തെ കണ്ടു, അവരെങ്ങനെ രാഷ്ട്രീയത്തെ കണ്ടു, അവരെങ്ങനെ മനുഷ്യരോട് പെരുമാറി, അവരെങ്ങനെ പ്രമാണങ്ങളോട് സമീപനം പുലർത്തി, അവരുടെ ദഅവത്തിന്റെ രീതിശാസ്ത്രം എന്തായിരുന്നു, അവരെങ്ങനെയാണ് നന്മ കൽപ്പിച്ചത്, അവരെങ്ങനെയാണ് തിന്മ വിരോധിച്ചത്, അവരെങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറിയത്, അവരെങ്ങനെയാണ് ഭർത്താക്കന്മാരോട് പെരുമാറിയത്, അവരെങ്ങനെയാണ് മക്കളെ വളർത്തിയത്, അവരെങ്ങനെയാണ് മാതാപിതാക്കളോട് ബന്ധം പുലർത്തിയത്, അവരെങ്ങനെയാണ് സമുദായത്തോടും കൂട്ടത്തോടും മനുഷ്യപ്പറ്റുള്ള മുഴുവൻ വർഗത്തോടും അല്ല, ഈ ലോകത്ത് റബ്ബ് സൃഷ്ടിച്ച സർവ്വ സൃഷ്ടിജാലങ്ങളോടും അവരെങ്ങനെ പെരുമാറി. ഇതാണ് ശരിക്കും നമ്മുടെ വിഷയത്തിന്റെ മർമ്മം, ഒറ്റ വാക്ക് പറഞ്ഞാൽ. അതായത് ഈ സ്വർഗത്തിലേക്കാണെന്ന് റസൂല് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഭാഗത്തിന്റെ വിശ്വാസം, കർമ്മം, ആചാരം, അനുഷ്ഠാനം, അങ്ങനെ എക്സെട്രാ എക്സെട്രാ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാം, ഈ ആളുകളുടെ പ്രമാണത്തോടുള്ള പ്രതിബദ്ധത ഭയങ്കര ശക്തമായിരുന്നു. അവരുടെ ദീനിനോടുള്ള താല്പര്യം ശക്തമായിരുന്നു. അതുകൊണ്ടാണ് റബ്ബ് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത്. നോക്കണേ, അവരുടെ ദീനിനോടുള്ള ശക്തി, അതിനോടുള്ള താല്പര്യം, അതിനോടുള്ള പ്രതിബദ്ധത, മുത്ത് റസൂലുള്ളാഹിയുടെ വാചകത്തെ അവർ സ്വീകരിക്കുന്നിടത്തുള്ള അവരുടെ കാർക്കശ്യം, സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ മൗലികത, അത് പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളോടുള്ള സ്വഹാബത്തിന്റെ സമീപനം എന്തായിരുന്നു എന്ന ഒന്നാമത്തെ പാഠത്തിൽ നിന്നാകണം ഈ വിഷയത്തിന്റെ മറ്റു മേഖലകളിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടത്. മൊബൈലുണ്ടോ? റെക്കോർഡ് ചെയ്തോളിയും. പേനുണ്ടോ? കുറിച്ചു വെച്ചോളിയും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കൃത്യമായി ഇവരെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ
ഖറാശ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു. വളരെ ഹൃദ്യമായി കാണാം ഹദീസിൽ. എന്താണെന്നറിയോ, ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നു. ആരാ വന്നത്? ചെറുപ്പക്കാരൻ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പള്ളിയിൽ ഇരിക്കുമ്പോ തന്റെ 2 വിരൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് കയ്യിന്റെ വിരലിന്റെ അറ്റത്ത് ഒരു ചെറിയ കല്ല്, മണിക്കല്ല് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചു. ഖദഫ് എന്ന് പറയും, നമ്മള് മുടിച്ച് കളിക്കുക എന്നാ പറയാ നാട്ടില്, അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ കളി ഉണ്ടാവും. ഈ കളിയിൽ ഇങ്ങനെ ഏർപ്പെട്ടപ്പോ സ്വാഭാവികമായും ഇത് കണ്ടു നിന്ന ഒരു വയോധികനുണ്ടായിരുന്നു. അങ്ങനെയുള്ള വയസ്സന്മാരുടെ നമുക്കൊക്കെ ഒരു പുച്ഛം ഉണ്ടാവുമല്ലോ. ആദ്യം മൂത്ത നെല്ലിക്ക അത് കഴിക്കും, പിന്നെയാണ് മധുരിക്ക. എന്നും അങ്ങനെ തന്നെ. ഇനി ഒരു ഈമാൻ ഇല്ലാത്തൊരു കാക്കയാണെങ്കിലും മൂപ്പര് പറഞ്ഞ ഒന്ന് കേട്ടോയിക്കൂടെ, എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നറിയാലോ. അങ്ങനെ ഈ കാക്ക പറഞ്ഞു, ആര്? വയസ്സായ ഈ ഉപ്പ പറഞ്ഞു, ചെറുപ്പക്കാരനോട് പറഞ്ഞു, റഅയ്തു ഫിൽ മസ്ജിദി ഫതൻ യഖ്ദിഫു ഫഖാല ലഹു ശൈഖ് ലാ തഖ്ദിഫ്. നീ അങ്ങനെ മുടിച്ചു കളിക്കരുത്. കാരണം എന്തറിയോ? ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഖദ്ഫ്. അല്ലാഹുവിന്റെ റസൂൽ ഈ ഖദ്ഫ്, പള്ളിയിൽ വെച്ചിട്ട് ഇങ്ങനെ മുടിച്ചു കളിക്കുന്ന സമ്പ്രദായം നിരോധിച്ചതായി, പാടില്ലെന്ന് പറഞ്ഞതായി, ഉപേക്ഷിക്കാൻ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ ചെയ്യലേ. ഇത് പറഞ്ഞപ്പോ എന്തായി? فغفل الفتى فظن أن الشيخ لا يفتن له فخذف. ഈ യുവാവ് എന്ത് ചെയ്തു? ഇയാൾ പറഞ്ഞ അങ്ങനെ പോയി എന്നല്ലാതെ മൂപ്പരെ വലിയ ഗൗരവാക്കിയൊന്നുമില്ല. കുറച്ച് വെച്ചിട്ട് മൂപ്പര് പിന്നെ ഈ കളിയിൽ ഇങ്ങനെ ഏർപ്പെട്ടു. ഈ മുടിച്ചു കളിക്കണ പരിപാടി ചെറിയൊരു പരിപാടിയാണ്. പള്ളി കുത്തിരുന്ന് വലിയ ദോഷമൊന്നും ഉണ്ടല്ല. എന്താ ഇതിന്റെ ചെറിയ പ്രശ്നം വെച്ചാൽ, കല്ല് ഇങ്ങനെ വിട്ടാ, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വിട്ടാല് അത് ആരെ കണ്ണാ, മൂക്കാ, പോവുക, ചെവിയ, തൊള്ളയെ പൊളിക്കൊന്നും അറിയില്ല, അതങ്ങോട്ട് പോയിക്കോളൂ. അതായിരിക്കാം, എന്തോ അല്ലാഹു നമുക്കറിയില്ല. പക്ഷെ പാടില്ല എന്ന് റസൂല് പറഞ്ഞു, അതുകൊണ്ട് പാടില്ല. പക്ഷെ ഇയാളിത് മറന്നു. ചെറുപ്പക്കാരനാണ്, വിവേകം ഉണ്ടാവില്ല, പകതിരിയും കുറവാ. നമ്മളെ പല ചെറുപ്പക്കാരും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഫഖാല ലഹു ശൈഖ്. അപ്പൊ ഈ വയസ്സായ ആള് പറഞ്ഞു, ശൈഖ് പറഞ്ഞു, വല്ലാഹി ഉഹദ്ദിസുക, വല്ലാഹി അല്ല, ഉഹദ്ദിസുക അന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാ അനിൽ ഖദ്ഫി സുമ്മ തഖ്ദിഫു. ഞാൻ നിന്നോട് പറഞ്ഞു, അള്ളാന്റെ റസൂൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് നിന്നോട് പറഞ്ഞിട്ടും നീ പിന്നെ അങ്ങനെ ചെയ്യാണോ? ചോദിക്കാണ്. വളരെ ഗൗരവത്തില ചോദ്യം. വല്ലാഹി, എന്നാൽ അള്ളാഹുവാണേ, പറഞ്ഞു കൊടുക്കാണ് ചെറുപ്പക്കാരനോട്, അല്ലാണേ, ലാ അശ്ഹദു ലക ജനാസ, നിന്റെ മയ്യത്ത് സംസ്കരണ ചടങ്ങ് ഞാൻ ഇനി പങ്കെടുക്കൂല. വലാ അശ്ഹദു ലക, ലാ അശ്ഹദു ലക ജനാസ വലാ അഊദുക ഫീ മറൽ, നീ രോഗിയായാൽ നിന്നെ ഞാൻ സന്ദർശിക്കില്ല. വലാ ഉകല്ലിമുക അബദാ, നിന്നോട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മിണ്ടില്ല. ആരാ ചെറുപ്പക്കാരൻ? മുസ്ലിം. ആരാ വയസ്സായാള്? മുസ്ലിം. മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യതയിൽപ്പെട്ടത് എന്താണ്? മയ്യത്ത് സംസ്കരണ ചടങ്ങിൽ പങ്കെടുക്കൽ ഒന്ന്, രണ്ടാമത്തെ രോഗിയായാൽ സന്ദർശിക്കൽ, മൂന്നാമത്തത് പരസ്പരം മിണ്ടൽ. തെറ്റാൻ പാടില്ല. എന്നാൽ നീ നിന്നോട് മിണ്ടൂലോ, ജീവിതത്തിന്റെ അവസാനം വരെ മിണ്ടൂല. കാരണം അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് പറയാ, എന്നിട്ടത് കേട്ടിട്ട് പിന്നെയും ചെയ്യ ഇല്ല, നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂല. നമ്മളൊക്കെ പൊന്നാണ്ട് ബഹിഷ്കരിക്കാൻ തുടങ്ങി. എന്തൊക്കെ ബഹിഷ്കരിക്കണം? സ്വന്തം ബാപ്പാനെ ബഹിഷ്കരിക്കേണ്ടത് ആദ്യം. കാരണം കാരണവരോട് പറഞ്ഞു കൊടുത്തിക്കണം, മോൻ ഇപ്പ വീടി വലിക്കല്ലട്ടാ, ആ സാധനം തിരികെ ഉള്ളിക്ക് കയറ്റല്ലേ. പറഞ്ഞു കൊടുത്താ പിന്നെ മൂപ്പരിങ്ങനെ പുകച്ചു വിടാൻ. നമ്മളിതാണ് പറഞ്ഞ എന്തൊക്കെയാണ് അവസ്ഥ? തന്തേ നോക്കാത്തൊന്നും അറിയില്ല ആൾക്കാര്. ഓൽക്കെന്ത് ഹദീസ്, ഓൽക്കെന്ത് ദീന്, ഓൽക്കെന്ത് പ്രമാണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വഹാബത്തിന്റെ സമീപനം, പ്രമാണങ്ങളോടുള്ള, ആയത്തിനോടും ഹദീസിനോടുമുള്ള സ്വഹാബത്തിന്റെ സമീപനത്തിലെ ഗൗരവം നോക്കി. പക്ഷേ നമ്മുടെ ആളുകൾ അപ്പോഴും എന്ത് ചെയ്യില്ലെന്നറിയോ? അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കൂല. സ്വഹാബത്തിന്റെ ആദർശം പഠിക്കുന്നിടത്ത് മൗലികമായി നമ്മൾ ഒന്നാമത് പഠിക്കേണ്ടത് അവരുടെ പ്രമാണത്തോടുള്ള, ദീനിനോടുള്ള താല്പര്യമായിരുന്നു. വെറുതെ എല്ലാവർക്കും സ്വർഗം കിട്ടിയത്, വെറുതെ അവരെ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ? അവർക്കെല്ലാം റബ്ബും അവന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, റസൂൽ പറഞ്ഞൊരു കാര്യം വിമർശിച്ചുകൊണ്ട്. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ പറ്റി നടത്തിയൊരു പരാമർശമുണ്ട്. എന്തെന്നറിയോ സ്വഹാബത്തിനെ പറ്റി നടത്തിയ പരാമർശം? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും അവരുടെ മാർഗം ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിയ ശേഷക്കാരുടെയും നേർവഴിയുമായി
നമ്മുടെ പ്രവർത്തനങ്ങളെ ഒത്തുനോക്കാനും തെറ്റുണ്ടെങ്കിൽ തിരുത്താനും നന്മയാണെങ്കിൽ ഒരുപോലെയാണെങ്കിൽ അത് കൂടുതൽ ബന്ധം പുലർത്താനും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു താല്പര്യം, ഒരു പ്രത്യേകമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാൻ സഹായകമായേക്കാം ഈ ചർച്ച എന്നതുകൊണ്ടാണ് അവിടെ ഒരു സ്വഹാബിയുടെ വാചകത്തെ ഞാൻ കൊണ്ടുവരുന്നത്. ആരാ സ്വഹാബി നിരകള്? വിശുദ്ധ ഖുർആന്റെ കോപ്പിയിലല്ല ഇവിടെ? ഈ വിശുദ്ധ ഖുർആന്റെ കോപ്പി അല്ല, വേണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ കോപ്പി നിങ്ങളെ കയ്യിലൊന്നും ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാം. ഈ ഖുർആനിൽ ഏറ്റവും കൂടുതൽ സ്വഹാബികൾക്കിടയിൽ അവഗാഹമുണ്ടായിരുന്ന സ്വഹാബിയാണ്, ഖുർആൻ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ഒരാളെ പറ്റി നിങ്ങൾക്ക് അറിയും, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ആരെ പറ്റി എന്നറിയോ? സ്വഹാബത്തിനെ പറ്റി. മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ മാത ഫഇന്നൽ ഹയ്യ ലാ തുഅമനു അലൈഹിൽ ഫിത്ന. നിങ്ങൾ ആരെങ്കിലും മാതൃകയാക്കുന്നുവെങ്കിൽ, ഫോളോ ചെയ്യുന്നുവെങ്കിൽ, മോഡലാക്കുന്നുവെങ്കിൽ മരിച്ചുപോയ സ്വഹാബത്തിനെ മാതൃകയാക്കട്ടെ. കാരണം എന്താ അറിയോ? ഫഇന്നൽ ഹയ്യ ലാ തുഅമനു അലൈഹിൽ ഫിത്ന. ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ മാർഗഭ്രംശം ഉണ്ടാകുന്നതിനെ പറ്റി നിർഭയപ്പെടാനൊക്കൂല. ചിലപ്പോ പഴക്കണ അവസ്ഥ ഉണ്ടാകാം ജീവിച്ചിരിക്കുന്നവരിൽ. എപ്പോഴാ അദ്ദേഹം പറയണത്? സ്വഹാബിയായ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്ന് മരിച്ചുപോയ സ്വഹാബത്തിനെ പറ്റി പറയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വാക്കെന്തറിയോ? ഉലൈക അസ്ഹാബു മുഹമ്മദിൻ. അവരാണ് റസൂലുള്ളാഹിയുടെ സ്വഹാബ. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ أبرها قلوبا وأعمقها علما وأقلها تكلفا قوم اختارهم الله لصحبة نبيه وإقامة دينه. ആരായി മരിച്ചുപോയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളാണ്. അവരാണ് ഈ മുഹമ്മദീയ സമുദായത്തിലെ ഉത്കൃഷ്ടർ, നമ്മളല്ല. അതല്ലേ റസൂല് പറഞ്ഞത്? അവരൊരു കയ്യിലൊരു പിടി കൊടുത്തു, ചെറിയൊരു സദഖ, ഒരു പിടി കയ്യിൽ കൊടുക്കുന്ന സാധനം കൊടുത്തു, അരിമണി. നമ്മൾ ഉഹുദ് മലയോളം ചെലവഴിച്ചാലും അവര് കൊടുത്തടത്തേക്ക് എത്തൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സ്വഹാബി പറയാണ്, നന്മ നിറഞ്ഞ ഹൃദയമുള്ളവർ, കപടതല്ല, നന്മ നിറഞ്ഞ ഹൃദയത്തിന്റെ വക്താക്കൾ, അറിവുള്ളവർ, കൃത്രിമത്വം, ജാട ഒട്ടുമില്ലാത്തവർ, തന്റെ പ്രവാചകന്റെ ചാരത്ത് നിൽക്കാനും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ദീന് സ്ഥാപിക്കാനും അള്ളാഹു തെരഞ്ഞെടുത്തവരാണവർ. എന്നിട്ട് അദ്ദേഹം പറയാ, ഫഅരിഫൂ ലഹും ഫളലഹും. നിങ്ങൾ അവർക്ക്, ജീവിച്ചിരിക്കുന്നവരെ, നിങ്ങൾ അവർക്ക് അവരുടെ ശ്രേഷ്ഠത അംഗീകരിക്കണം, സ്വഹാബത്തിൻ്റെത്. വത്തബിഊഹും ഫീ ആസാരിഹിം. അവരുടെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വദീനിഹിം. അവരുടെ ദീനിന്റെ ചിട്ടയും സ്വഭാവ മഹിമകളും കഴിവതും നിങ്ങൾ പിൻപറ്റണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം. കാരണം അവരായിരുന്നു നേർമാർഗത്തിൽ നിലകൊണ്ടവർ. നമ്മൾ 5 നേരം ചോദിക്കുന്ന ഹിദായത്തില്ലേ, ആ ഹിദായത്തിൽ നിലകൊണ്ടവരവരായിരുന്നു. ശറഹ് തഹാവിയ 2ാം വാള്യം 546 പേജ് വളരെ കൃത്യമായിട്ട് അഖീദത്ത് തഹാവിയയിൽ പഠിപ്പിക്കണം. ശറഹ് അഖീദത്ത് തഹാവിയയിൽ ആരാണ് സ്വഹാബത്ത് എന്ന് മനസ്സിലാക്കാൻ ഇനി വളരെ കുറഞ്ഞ സമയം ആ സ്വഹാബത്തിന്റെ ജീവിതത്തിലെ മൗലികമായൊരു കാഴ്ചപ്പാട്. ഇപ്പോഴല്ലേ സ്വഹാബത്തിന്റെ സലഫികളുടെ മൗലികത, സലഫിയത്തിന്റെ മൗലികത, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ മർമ്മഭാഗം മനസ്സിലാകുള്ളൂ. വളരെ കൃത്യമാണ്. എന്താണെന്നറിയോ അവരെ കാഴ്ചപ്പാട്? എന്താ അറിയോ? ദുനിയാവിനോട്, അവർ ജീവിച്ച ദുനിയാവിനോട് അവരെ കാഴ്ചപ്പാട് എന്തായിരുന്നു അറിയങ്ങള്? ഞാനിതിന്റെ എല്ലാ മേഖലയിലേക്കും കടന്നു പോകാൻ നമുക്ക് സമയമില്ല. പക്ഷെ സ്വഹാബത്തിന്റെ മൗലികമായ കാഴ്ചപ്പാട്, അവർ ദുനിയാവിനൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നാണ്. നമ്മളെ പോലെ എല്ലാന്നർത്ഥം. അവർക്ക് ദുനിയാവിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഭാര്യമാരില്ലേ? ഉണ്ട്, 1 അല്ല 4 മക്കളില്ലേ? ഉണ്ട്, 4 അല്ല ഡസൻ കണക്കിന് ഇല്ലേ? ഉണ്ട്. സ്വത്തുണ്ടോ? ഉണ്ട്. പക്ഷെ അള്ളാന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുള്ളൂ. കുടുംബ ബന്ധങ്ങൾ പുലർത്താറില്ലേ? ഉണ്ട്. നമ്മളെ പോലെ തമ്മിൽ തെറ്റാറില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറില്ലേ? ഉണ്ടാകാം. പക്ഷേ അവരുടനെ അത് പൊരുത്തപ്പെടിക്കാറുണ്ട്. അയൽപ്പക്ക ബന്ധങ്ങൾ നമ്മളെ പോലെ അവർക്കില്ലേ? ഉണ്ട്. പക്ഷെ അവരെ മുറുകെ പിടിക്കാറും കാത്തു സൂക്ഷിക്കാനും ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെപ്പോലെ അവർക്കും മാതാപിതാക്കളിലെ ഉണ്ട്. ഉമ്മയുടെയും ബാപ്പയുടെയും മുന്നിൽ ഒരു ഉടമയുടെ മുന്നിൽ അടിമ നിൽക്കുന്നത് പോലെ ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി മാത്രമേ സ്വഹാബത്ത് കണ്ടിരുന്നുള്ളൂ. സഅദ് റളിയല്ലാഹു അൻഹു
ഇസ്ലാം മതം സ്വീകരിച്ചു. ഉമ്മ പറഞ്ഞു, പറ്റൂല മോനെ, മുഹമ്മദിന്റെ മതം നിനക്ക് പാടില്ല മോനെ. ഈ ഉമ്മ, നിന്നെ സ്നേഹിക്കുന്ന ഉമ്മ, നീ സ്നേഹിക്കുന്ന ഉമ്മ പട്ടിണി കിടന്ന് മരിക്കും മോനെ. എന്നിട്ട് നിന്നെ കുറിച്ച് ആൾക്കാർ പറയും, ഉമ്മ മരിക്കാൻ കാരണക്കാരനായവനെന്ന് പറയും. അപ്പൊ സഅദ് റളിയല്ലാഹു പറയണത്, യാ ഉമ്മ, എന്റെ ഉമ്മ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, കഴിക്കാതിരിക്കാം. വല്ലാഹി നിങ്ങൾക്കൊരു 100 ആത്മാവുണ്ടാവുകയും അവയൊക്കെ പിന്നെയും പിന്നെയും മരിക്കുകയും ചെയ്താൽ പോലും അള്ളാഹുവിന്റെ ഈ ദീനിൽ നിന്ന്, ഈ മാർഗത്തിൽ നിന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്തിരിയില്ല. ആ ഉറച്ച ബോധ്യം, ആദർശത്തോടുള്ള പ്രതിബദ്ധത. നിങ്ങൾ ആലോചിക്കും, സലഫി ആദർശത്തിന്റെ മൗലികത എന്ന് പറഞ്ഞാൽ സലഫുകളായ ആളുകൾ ജീവിച്ച ജീവിതത്തിന്റെ മർമ്മഭാഗങ്ങൾ നമ്മൾ ചർച്ച. കേവലം ഒരു കിട്ടാക്കനിയെ പറ്റിയുള്ള ചർച്ചയല്ല, ഏതോ ഒരു ഗവേഷണാത്മക പ്രബന്ധത്തെ പറ്റിയുള്ള ചർച്ചയല്ല, ജീവിത പദ്ധതിയെ പറ്റി ചർച്ചയാ. എങ്ങനെ മാതൃകയാക്കാം ആലോചിച്ചാൽ മാത്രം മതി. അവരുടെ കാഴ്ചപ്പാട് എങ്ങനെ ദുനിയാവിനോട്? അവർ ദുനിയാവിനെ കണ്ടതിന് എങ്ങനെ അറിയും? നിങ്ങള് കുൻഫി ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രം. 70 കൊല്ലം ലോകത്ത് വന്നാൽ 70 കൊല്ലം ഒരു യാത്രക്കാരൻ, തന്റെ ലക്ഷ്യസ്ഥാനം തേടിപ്പോയ ഒരു യാത്രക്കാരൻ. ആരാ അവരെ പഠിപ്പിച്ചതാ ബോധം? ലോകത്തിന്റെ നേതാവ്, സ്വഹാബത്തിനെ റളിയല്ലാഹു അൻഹും എന്ന നിലവാരത്തിലേക്ക് ഉയർത്തിയ അള്ളാഹുവിന്റെ വിശിഷ്ടരായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന്റെ കാഴ്ചപ്പാടെന്താ? മാലി വലി ദുനിയ, ഈ ദുനിയാവും ഞാനും തമ്മിൽ എന്ത് ബന്ധാണ്? ഈ ബന്ധ ആരുടെ കാഴ്ചപ്പാട്? സ്വഹാബത്തിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ആ കാഴ്ചപ്പാടിൽ ജീവിച്ചവർ അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചു, പരലോകത്തിന് പ്രാധാന്യം നൽകി, സ്വർഗസുഖം നരകദുഃഖം അവർ ഉൾക്കൊണ്ടു. റബ്ബും പ്രവാചകരും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതായി മാറി, ഏറ്റവും പ്രാധാന്യമുള്ളതായി. പരസ്യം പോലെ രഹസ്യ ജീവിതത്തിലും അവർ ഭക്തരായി ജീവിച്ചു. എന്റെ നിങ്ങളീ ഉള്ളുകളി എവിടെയാ പൊളിയല്? ഞാനും നിങ്ങളും നശിക്കൽ എവിടെയാ? നമ്മുടെ രഹസ്യവും പരസ്യവും ഒരുപോലെയല്ല അല്ല. എന്നാൽ സ്വഹാബത്തിന്റെ പരസ്യ ജീവിതം പോലെ രഹസ്യ ജീവിതവും ഭക്തി നിർഭരമായി. നാഥന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയന്നു. ആ ഒരു ഭയത്തിനനുസരിച്ച് അവരവരുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തു. അവരുടെ വിശ്വാസങ്ങൾ തൗഹീദിൽ അധിഷ്ഠിതമായിരുന്നു. അവരുടെ ജീവിത മാതൃക ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 21-ാമത്തെ വാചകം. അള്ളാഹുവിന്റെ റസൂലിലാണ് അവർ കംപ്ലീറ്റ് പരിപൂർണമായി മാതൃക കണ്ടെത്തിയത്. റസൂല് ചെയ്തതിനപ്പുറത്തേക്ക് അവർ പോയില്ല, റസൂല് പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് അവർ പോയില്ല. ആദർശ രംഗത്തും അനുഷ്ഠാന രംഗത്തും അവർ അള്ളാഹുവിന്റെ ഹബീബിനെ പിന്തുടർന്നു. പടച്ചുറപ്പിന്റെ പ്രവാചകർ ആരോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോ അവനോട് മാത്രം പ്രാർത്ഥിച്ചു. നേർച്ച നേരാൻ പറഞ്ഞു, അവന് മാത്രം നേർച്ച നേർന്നു. സത്യം ചെയ്യാൻ പറഞ്ഞു, അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്തു. പ്രാർത്ഥനകളായി, വിരാമകളായി, ഹവിസ്സുകളായി, അങ്ങനെ ആരാധനയുടെ മേഖലകൾ മുഴുവൻ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കണമെന്ന് റസൂല് പറഞ്ഞു. അവരങ്ങനെ തന്നെ ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു ജീവിതത്തിലെ അനുഷ്ഠാന ക്രമത്തെ അവരങ്ങനെ തന്നെ ഉൾക്കൊണ്ടു. റസൂല് പറയാത്ത നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, ഒരു പ്രവർത്തനങ്ങളും അള്ളാന്റെ ഹബീബിന്റെ മാതൃകയില്ലാതെ അവർ ചെയ്തു പോയില്ല. റസൂലിന്റെ ആരാധനാ രീതികൾ അവർ സ്വീകരിച്ചു. റസൂല് കർമ്മമായി പഠിപ്പിച്ചത് അവർ സ്വീകരിച്ചു. അള്ളാന്റെ ഹബീബ് സംവിധാനിച്ച സംവിധാനത്തിന്റെ ചട്ടക്കൂടിനപ്പുറത്തേക്ക് അവർ പോയില്ല. അവരുടെ വിവാഹം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതുപോലെ സ്വഹാബികളുടെ വിവാഹത്തിന്റെ മൗലികത, അത് സലഫുകളുടെ വിവാഹത്തിന്റെ മൗലികത, അത് ദൂർത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല, പിശുക്കൽ അധിഷ്ഠിതമായിരുന്നില്ല, അമിതമായ തമ്മാടിത്തത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല, ആണും പെണ്ണും കൂടിക്കലർന്ന ഒരു മിക്സിംഗ് സംവിധാനത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല. തേടിപ്പോകുന്ന, തെണ്ടിപ്പോകുന്ന, ഉലാത്തുന്ന, ചെത്തിപ്പൊളിക്കുന്ന, അനിസ്ലാമിക വേഷവിധാനങ്ങൾ ധരിക്കുന്ന ഒരു സ്ത്രീ പേക്കോലങ്ങളായി അതിനനുവദിക്കുന്ന മർഫന്മാരായ ഭർത്താക്കന്മാരായി അവരുടെ സ്വഹാബത്ത് മാറിയില്ല. ജീവിതത്തിൽ മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന് അവർ കൈകൊണ്ടു. സലഫിയത്തിന്റെ മൗലികത, സലഫുകളുടെ ജീവിതത്തിന്റെ മൗലികമായ മേഖല നമ്മൾ പഠിക്കുമ്പോ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ്, കേവലം എന്ന് ഞാൻ പറഞ്ഞത് ആ വിഷയത്തെ കൊച്ചാക്കാനല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മുടെ സഹോദര സമുദായക്കാരോട് അല്ല,
നമ്മുടെ കൂട്ടത്തിൽ തന്നെ തൗഹീദിൽ വ്യതിയാനം വന്നു പോയവരോട് നമ്മൾ പറയുന്നത് പോലെ ഒരു പറച്ചിലിൽ മാത്രം ഒരുക്കി വെക്കേണ്ട ഒരു സംഗതിയല്ല. അതിനപ്പുറത്തേക്ക് ജീവിതത്തിന്റെ മേഖലകളിലേക്ക് സലഫുകളുടെ ജീവിതം കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാറ്റിന്റെ നന്മയെ അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, ഈ കാറ്റിന്റെ തിന്മയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. അവിടെ വരെ ഹബീബിന്റെ മാതൃക പരിശുദ്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫضل കൊണ്ട് ഈ പ്രയാസത്തെ നമുക്ക് ദൂരീകരിക്കുമാറാവട്ടെ. അതേസമയം ബർക്കത്തുള്ള അനുഗ്രഹമുള്ള ഒരു മഴ പടച്ച റബ്ബ് ചൊരിയുമാറാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു സമയമാണ്. കാരണം മഴയില്ലാത്തതിന്റെ വേദന കുറച്ച് നേരത്തെയും കൂടി ഒരു വാപ്പനോട് ചോദിച്ചിട്ടുള്ളൂ, മോനെ അവിടെ മഴ ഉണ്ടോന്ന്. ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയായിരിക്കും. അത് അഥവാ പെയ്തപ്പോ നമ്മൾ എന്താ പറയാ, കണ്ടോ നമ്മളെ പരിപാടി കൊളായി. സലഫിയത്തിനെതിരാ ചിന്ത. ഖൈർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോ പെയ്താൽ എന്താ, അല്ലാഹുമ്മ ജഅൽഹു സയ്യിബൻ നാഫിഅ എന്ന പ്രാർത്ഥന. പക്ഷെ നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, പടച്ചവനെ പരിസര പ്രദേശങ്ങളിൽ പെയ്യിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ വേണ്ടെന്നല്ല എന്റെ അർത്ഥം. ഈ ഒരു പ്രയാസം അല്ലാഹു നമ്മുടെ ഈ പ്രയാസത്തെ റബ്ബ് കണക്കിലെടുക്കുമെന്ന പ്രതീക്ഷയോട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. ശരി സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സലഫികൾ അഥവാ സ്വഹാബത്ത്, നമ്മൾ സലഫി എന്ന് പറഞ്ഞാല് 100 കൊല്ലം മുമ്പ് ഇന്ത്യ രാജ്യത്ത് രൂപീകരിച്ച ആ സലഫികളുടെ ആദർശത്തെ പിൻപറ്റാൻ വേണ്ടി കടന്നു വന്ന മുജാഹിദ് പ്രവർത്തകരെ പറ്റിയല്ല ഇപ്പൊ ഇവിടെ പറയണത്. നന്നായി മനസ്സിലാക്കിക്കോളി. നമ്മളെ പറ്റിയോ നമ്മുടെ പൂർവികരായ മരിച്ചുപോയ കെ എം മൗലി മക്ക മൗലിയെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. പിന്നെ ആരെ പറ്റിയാ? സ്വർഗത്തിലാണെന്നുറപ്പുള്ള അബൂബക്കറും ഫിൽ ജന്ന റളിയല്ലാഹു അൻഹു, ഉമറും ഫിൽ ജന്ന റളിയല്ലാഹു അൻഹു, ഉസ്മാനും ഫിൽ ജന്ന റളിയല്ലാഹു അൻഹു, അലിയും ഫിൽ ജന്ന റളിയല്ലാഹു അൻഹു, സഅദും സഈദും ഫിൽ ജന്ന റളിയല്ലാഹു അൻഹു. ആ സ്വഹാബത്തിന്റെ മാർഗത്തെ പറ്റിയ അവരാണ് സലഫുകൾ. അവരെ പിൻപറ്റുന്നു എന്നതാണ്, ശ്രമിക്കുന്നു എന്നതാണ് നമ്മൾ സ്വയം സലഫികൾ എന്ന പേര് സ്വീകരിക്കാൻ കാരണം. അവരെ പിൻപറ്റുന്ന ആർക്കും പറയുന്ന പേരെന്താ? സലഫികൾ എന്നാണ്, അല്ലെങ്കിൽ സലഫുകളുടെ മാർഗം പിൻപറ്റുന്നത്. അവരുടെ ആദർശത്തിന്റെ മൗലികത അടിസ്ഥാനപരമായി പടച്ച റബ്ബിങ്കിൽ മാത്രം സമർപ്പിക്കപ്പെട്ടതായിരുന്നു. റബ്ബിന്റെ തൃപ്തി, റബ്ബിന്റെ ലിഖാ, റബ്ബ് ഒരുക്കി വെച്ച സ്വർഗരാജ്യം. നിസ്കരിച്ചാൽ അവരാഗ്രഹിച്ചതാ, നോമ്പ് നോൽക്കുന്നിടത്ത് അവരാഗ്രഹിച്ചതാ, സകാത്ത് കൊടുക്കുന്നിടത്ത് അവരാഗ്രഹിച്ചതാ, ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരാഗ്രഹിച്ചതാ, അവനവന്റെ മക്കളെ വളർത്തുന്നിടത്ത് അവരാഗ്രഹിച്ചതാ, ഭാര്യയോടും ഭർത്താവിനോടും കുടുംബത്തോടും കൂട്ടക്കാരോടും അയൽപ്പക്കക്കാരോടും നാട്ടുകാരോടുമുള്ള ബന്ധങ്ങളിൽ അവരാഗ്രഹിച്ചത് റബ്ബേ നിന്റെ തൃപ്തി, അല്ലാഹുവേ നിന്റെ ലിഖാ, ഇലാ റബ്ബിഹാ നാമിറ, റബ്ബിനെ നേർക്ക് നേരെ കാണാനുള്ള സൗഭാഗ്യമാണ് അവരാഗ്രഹിച്ചു പോയത്. അവിടെ റബ്ബ് ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ സുഖമാണ് അവരാഗ്രഹിച്ചു പോയത്. അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ തൗഹീദ് ശ്രദ്ധിച്ചതുപോലെ, ശിർക്കിനെ പേടിച്ചതുപോലെ, സുന്നത്തിന്റെ കാര്യത്തിൽ കാർക്കശ്യം പുലർത്തിയതുപോലെ, ബിദ്അത്തിന്റെ വിഷയത്തിൽ പേടിക്കുകയും അതിനെ അകറ്റുകയും ചെയ്തതുപോലെ, സാമ്പത്തിക രംഗത്ത് പലിശക്കധിഷ്ഠിതമായ ഒരു ജീവിത ക്രമീകരണം ഏർപ്പെടുത്തില്ല. തട്ടിപ്പിന്റെ, വെട്ടിപ്പിന്റെ, പലിശപ്പണത്തിന്റെ, തോന്നിവാസത്തിന്റെ, ചൂഷണത്തിന്റെ ഒരു മേഖലയിലേക്ക് അവർ സാമ്പത്തിക മേഖല കൊണ്ടുപോയില്ല. അവരൊരിക്കലും വിവാഹം കഴിച്ചപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്ന ഹറാമായ സമ്പാദ്യം അവർ സ്വീകരിച്ചില്ല, മഹർ കൊടുത്താണ് സ്വീകരിച്ചത്. അവരൊരിക്കലും വീടുണ്ടാക്കിയെടുത്ത് പലിശപ്പണവുമായി ബന്ധപ്പെട്ടില്ല, മോളെ കെട്ടിച്ചെടുത്ത് പലിശപ്പണവുമായി ബന്ധപ്പെട്ടില്ല, വാഹനം വാങ്ങിയെടുത്ത് പലിശ കലർന്നില്ല, ഒരിടത്തും അവർ പലിശ കൊണ്ടുവന്നില്ല. കാരണം എന്താ? അവർ റബ്ബിന്റെ തൃപ്തിയാണ് ആഗ്രഹിച്ചു പോയത്. സാമ്പത്തിക മേഖല സലഫുകളുടെ മാർഗമനുസരിച്ച് അവരുടെ മൗലികമായ കാഴ്ചപ്പാട് എന്തായിരുന്നു? അതെ, ആ കാഴ്ചപ്പാടനുസരിച്ച്. ഇനിയോ സ്വഭാവ മേഖലകൾ, മര്യാദകൾ, സ്വഭാവ മര്യാദ മേഖലകൾ, അവരാരെയും ചീത്ത പറഞ്ഞില്ല. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു, റസൂലിന്റെ സ്വഹാബി ബിലാൽ, ശരഫാക്കപ്പെട്ട ഹബീബിന്റെ കരങ്ങളിൽ ചവിട്ടിയിട്ട് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാനായി വിധിക്കപ്പെട്ട ലോകത്തിന്റെ നേതാക്കളിൽ ഉന്നതനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു വിളിച്ചുപോയി, കറുത്തവന്റെ മോളെ, ഏറ്റവും വലിയ
സങ്കടത്തോടുകൂടി റസൂലുള്ളാഹിയുടെ ഹദറത്തിലേക്ക് എത്തി കാര്യം പറയുകയും അബൂദറിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ശാസിക്കുകയും ചെയ്തു. ജാഹിലിയ്യത്തിന്റെ അംശങ്ങൾ ഇപ്പോഴും നിങ്ങളിൽ ബാക്കി നിൽക്കുന്നുണ്ടോ? ചെറിയ വിഷയത്തിൽ വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശിക്ഷണം, ചെറിയ കാര്യങ്ങളിൽ വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽനോട്ടം, ജീവിതത്തെ പരിശുദ്ധപ്പെടുത്തുന്ന സ്വഹാബത്തിന്റെ മേഖല. എന്നിട്ട് അവർ ചെല്ലാണ്, എന്റെ കവള് ഞാൻ നിലത്ത് വെച്ചു തരാൻ ബിലാൽ, താങ്കൾ എന്നെ ചവിട്ടിയാലും ഈ ഒരു വാചകം പറഞ്ഞതിനാൽ എന്ന് പരിതപിക്കുന്ന, പേടിക്കുന്ന, ഭയക്കുന്ന, പടച്ചറബിന്റെ കോടതിയിലെ വിധാരണയെ ഭയക്കുന്ന, ആവേശമുള്ള, സ്ഥൈര്യമുള്ള, ധൈര്യമുള്ള, തന്റേടമുള്ള അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയ സലഫുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ. അവർ ഏഷണി പറഞ്ഞില്ല, അവര് പരദൂഷണം പറഞ്ഞില്ല, അവര് കുത്തുവാക്കുകൾ പറഞ്ഞില്ല, അവര് പരോപദ്രവം നടത്തിയില്ല, അവർ നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും സക്കാത്ത് കൊടുത്തിട്ടും ആദർശത്തിന്റെ പേരിലല്ലാതെ വേറൊരാളോടും പിണങ്ങിയിട്ടില്ല. അവരൊരാളോടും തെറി പറഞ്ഞിട്ടില്ല. അവരൊരാളെ പറ്റിയും ഒരു മോശാവസ്ഥയും അവരിൽ നിന്നുണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് ചോദിച്ച ചോദ്യം അവരുടെ മുന്നിലുണ്ട്. അത്തദറൂനൽ മുഫ്ലിസ്, പാപ്പരായി പോയവരുടെ കൂട്ടത്തിൽ അവർ പെടാൻ ആഗ്രഹിച്ചില്ല. അമലുകൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാകാൻ അവരാഗ്രഹിച്ചില്ല, അവരഹങ്കരിച്ചില്ല, അവരഹംഭാവം കൊണ്ടില്ല, അവരെ കർമ്മങ്ങളിൽ റിയാ കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിച്ചു. പടച്ചവനെ, ഈ വിത്തം പോലും നിന്റെ സ്വർഗം ആഗ്രഹിച്ച്, അല്ലാഹുവേ ഈ നേടുന്നത് പോലും നിന്റെ സ്വർഗം ആഗ്രഹിച്ച്, പടച്ചവനെ നിസ്കരിക്കുന്നത് പോലും നിന്റെ സ്വർഗം മാത്രം ആഗ്രഹിച്ച്, അല്ലാഹുവേ ഇതിനു വേണ്ടി പണം മുടക്കിയത് നിന്റെ സ്വർഗം മാത്രം ആഗ്രഹിച്ച്, കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി ഈ ഒരു കാറ്റത്തും വരാനിരിക്കുന്ന മഴയെ മുന്നിൽ കണ്ടും ഇപ്പോഴും അവിടെ ഇരിക്കുന്നത് നിന്റെ സ്വർഗം, നിന്റെ ലിഖാ, നിന്റെ തൃപ്തി, അത് മാത്രം. സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ മൗലികത, അവരുടെ ജീവിതത്തിന്റെ ശൈലി, അവരുടെ ജീവിതത്തിലെ ആദർശം, അത് പഠിക്കുന്നിടത്ത് മുജാഹിദുകളായ നമുക്ക് ആവേശം പകരുന്നത് അവരുടെ ജീവിതത്തിലെ ആ രസകരമായ കാഴ്ചപ്പാടുകളാ. സ്വർഗത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം. ഒരു കാര്യം കൂടി വൈകിയ വേളയിൽ പറയാം. സ്വഹാബത്തിന്റെ ദഅവത്തിനും ഉണ്ടായിരുന്നു ഒരാദർശത്തിലും, ആ ദഅവത്തിലും ഉണ്ടായിരുന്നു ഒരു വല്ലാത്ത സ്വീകാര്യത. നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ജീവിതത്തിൽ ഇല്ലാത്തത് ദഅവത്ത് നടത്തുമായിരുന്നില്ല. നമുക്ക് ആകെ പേടിയതാ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു ചെറിയ ക്യാമ്പ് നടത്താന്നിരിക്കാം. ഇപ്പൊ ഈ മണ്ഡല സമ്മേളനം, ഇതിന്റെ പ്രചരണാർത്ഥം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട്, എന്ത് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ. ഒരു സ്ക്വാഡ് പ്രവർത്തനത്തിന് വിളിച്ചാൽ 4 ആള് അന്നിങ്ങനെ നിൽക്ക്, ചൊറിഞ്ഞും കുത്തിരി നിൽക്കുക, വേറൊരു മനുഷ്യനെ കാണാനില്ല. എന്താ സംഗതി അറിയോ നിങ്ങള്? ജീവിതത്തിലില്ല. അതുകൊണ്ടത് പറയാൻ പേടിയ ആൾക്കാർക്ക്. ഞാൻ ഇന്ന് മനസ്സിലാക്കിയ സംഗതി, ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതും മനസ്സിലാക്കിയ സംഗതി ഉണ്ട്. ദഅവാ പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകൾ പിന്തിരിയുന്നതിന്റെ കാരണം തരങ്ങള് തൊള്ളോണ്ട് പറയുന്നിടത്ത് മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ കൊണ്ടുവരുന്നിടത്തില്ല. എന്ന സ്വഹാബത്ത് അങ്ങനെയല്ല. ശരിക്കും പഠിച്ചോളിയും, ശരിക്കും മനസ്സിലെത്തിക്കോളിയും. സ്വഹാബ വനിതകളും അങ്ങനെയല്ല. ഇപ്പൊ നോക്കി നിങ്ങള്, ഈ ഇതിന്റെ നേരെ പുറകില് കുറെ പർദ്ദ ധരിച്ച എന്റെ ഉമ്മമാര്, സഹോദരിമാര് അല്ലേ, അള്ളാഹു അവരുടെ ഇരുത്തത്തിന്, പ്രത്യേകിച്ച് മക്കളൊക്കെ ചുമന്ന് പ്രയാസപ്പെട്ട് പഠിച്ചറപ്പ് സ്വർഗം മാത്രം പ്രതിഫലം നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ. ഈ ത്യാഗം സഹിച്ചും ഇവിടെ വന്നിരിക്കുകയാണല്ലോ അല്ലേ, സ്വാഭാവികമാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഉപദേശത്തോടുള്ള സമീപനം എന്തായിരിക്കണം സഹോദരിമാരെ? സലഫുകളുടെ സമീപനായിരിക്കണം. ഹിജാബിന്റെ ആയത്തിറങ്ങി. ഏതിന്റെ ആയത്ത്? ഹിജാബിന്റെ ആയത്ത്. ഏത്? കീറിയതും പറഞ്ഞതും ഔറത്ത് വെളിവാക്കിയതുണ്ടുള്ള വേഷമുണ്ടല്ലോ ഇന്നത്തെ, അത് അന്നുണ്ടായിരുന്നു ജാഹിലിയത്തില്. അത് പാടില്ല എന്ന് പറഞ്ഞ ആയത്തിറങ്ങി. സൂറത്ത് നൂറിൽ കാണാ, അതേപോലെ സൂറത്ത് 33-ാമത്തെ അഹ്സാബിന്റെ 59 കാണാ, അതുപോലെ ആയത്തുകൾ കാണാം. എന്താ പറയാ, ജാഹിലിയ കാലത്തിലെ നിങ്ങളുടെ ഇറക്കം അതിന് പാടില്ല. തബറുജുൽ ജാഹിലിയത്തിൽ ഊല, അത് പാടില്ല. എല്ലാ അർത്ഥത്തിലും പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ വന്നിരുന്ന സഹോദരിമാര് അവിടുന്ന് പോയത് എങ്ങനെ? നിങ്ങള് തലയിൽ തട്ടിടാതെ വന്ന പെണ്ണ് അപ്പുറത്തുള്ള ശീലകഷ്ണവും സാധനമൊക്കെ കീറി മുറിച്ച് കറക്റ്റാക്കിയിട്ടാ പോയത്. നേരാവണ്ണം അവിടെ ഇവിടെ മറിഞ്ഞിട്ടില്ലാത്ത സഹോദരിമാര് ഇല വരെ പൊട്ടിച്ചിട്ട് ഒപ്പിച്ചിട്ടാ പോയത്. ചരിത്രം പഠിച്ച അത്ഭുതം തോന്നിപ്പോകും. സ്വഹാബത്തിന്റെ വനിതകൾ എങ്ങനെയാ? നമ്മള് പെണ്ണുങ്ങളെ പോലെ അല്ല എന്നർത്ഥം. കാരണം എന്താ? നമ്മളും അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വഹാബികളായാൽ ഓലാരാകും? വനിതകളും ആകും.
അപ്പൊ അവൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയാൻ പറ്റുന്നത്, ഏയ് പൊന്നു ഭർത്താവേ, ദാ ഇങ്ങോട്ട് കയറി വരുമ്പോ, വീട്ടിലേക്ക് കയറി വരുമ്പോ നിങ്ങൾ വൈകുന്നേരത്ത് കൊണ്ടുവരുന്ന 5, 6, 7 കവറില്ലേ, കീസില്ലേ, മക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി, അതിനകത്ത് തട്ടിപ്പിന്റെ, വെട്ടിപ്പിന്റെ, ചൂഷണത്തിന്റെ, പലിശ കലർന്നതിന്റെ ഹറാമായ മുതൽ വേണ്ട. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പറയും സ്വഹാബ വനിതകള്, എന്തേ കാരണം അറിയോ? ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാം, പക്ഷേ നരകത്തിന്റെ തീജ്വാലകൾ ഞങ്ങളെ കൊണ്ട് സഹിക്കാനാവില്ല. അതുകൊണ്ട് ഹറാമിന്റെ മുതലുമായി സാധനങ്ങൾ വാങ്ങി ഈ പുരയുടെ പടി കയറണ്ട ഭർത്താവേ എന്നുപദേശിച്ച സ്വഹാബ വനിതകൾ. നമ്മുടെ പെണ്ണുങ്ങളോ, നിങ്ങൾ ആരെങ്കിലും അടിവയറ്റിൽ കേട്ടിട്ടാണെങ്കിലും പാടില്ല, വൈകുന്നേരത്തെ വരുമ്പോ സാനിറ്റിൽ വന്നാൽ സ്വഭാവമാണ് മാറും. അല്ല, എന്നും എൻ്റെ അടുത്ത് കിടക്കണ്ട, കഴിഞ്ഞില്ലേ, ആകെ ഉള്ള ആയുധപ്പത അല്ലേ? നമുക്ക് വലിയൊരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സ്കൂളുകളുണ്ട്, അവിടേക്ക് മാറിയിരിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ അത് കഴിയുമ്പോൾ അതിലൊരു സംവിധാനവും റെഡിയാവും. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ അർത്ഥത്തിലും അവരുടെ സമീപനം അങ്ങനെയായിരുന്നു. ശരി, എന്റെ സമയവും അതിക്രമിച്ചു. ഈ സാന്ദർഭികമായ ഒരു സംവിധാനത്തെയും കണക്കിലെടുത്ത് ഞാൻ അവസാനിപ്പിക്കുന്നിടത്തൊരു വാക്കുകൂടി ചേർക്കാണ്. അവർക്കിടയിൽ എന്ത് തർക്കമുണ്ടായാലും അവരത് പരിഹരിച്ചിരുന്നു, നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നില്ല. അവർ പരിഹരിച്ചത് എങ്ങനെയാ? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കിയിട്ട്. 4-ാം അധ്യായം സൂറത്തു നിസാ 59-ാമത്തെ വാചകം. ഏത് വിഷയം ഉണ്ടായാലും അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കും. സ്വഹാബികളിൽ ഒരാൾ തന്റെ വിരലിൽ സ്വർണ്ണമോതിരം ധരിച്ചു. റസൂല് കടന്നു പോവുക, അപ്പൊ വിരലിനകത്തൊരു മോതിരം, ഇതെന്താന്ന് വെച്ചു. റസൂലെ സ്വർണ്ണമോതിരം, തീകട്ട കൊണ്ടുള്ള സ്വർണ്ണമോതിരം, തീകട്ട കൊണ്ട്, നരകത്തിലെ തീ കൊണ്ട് ഒരു മോതിരം ഉണ്ടാക്കി തന്നാ ഇടുമെന്ന് വെച്ചു. ഇല്ല, എന്നാ ഊരി വലിച്ചെറിഞ്ഞ മോനെ. സ്വഹാബി ഒറ്റ ഏറ. റസൂലാണ് പോയപ്പോ വേറൊരാള് വന്നിട്ട് കൂടുതൽ ഒരാൾ പറഞ്ഞു, റസൂല് പോയില്ലേ, ഇനി ഇത് എടുത്തിട്ടോ? ഇല്ല, അള്ളാഹുവിന്റെ റസൂല് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കത് വേണ്ട. റസൂല് വേണ്ടെന്ന് പറഞ്ഞത് എനിക്ക് വേണ്ട. ചെരിപ്പഴിക്കുന്നതിൽ പോലും അവർ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചു. നിസ്കരിക്കാതൊക്കെ നമ്മൾ നിസ്കരിച്ച പോലെ റസൂല് മുമ്പില് സ്വഹാബത്ത് പിന്നില്. നിസ്കാരത്തിനിടയിൽ റസൂൽ എന്ത് ചെയ്തു? ചെരുപ്പിട്ടിട്ട് നിസ്കരിക്കുക. കാരണം ഇങ്ങനത്തെ മണ്ണാ, പള്ളിയല്ല. പള്ളിയാണെങ്കിൽ പോലും മണ്ണാണ്. ഏത് ടൈൽസ് ഉള്ള ഇതെല്ലാം സംഗതിയല്ല. റസൂല് ചെരുപ്പെടുത്ത് ഇപ്പുറത്തേക്ക് വെച്ച് കാലിലോട്ടൊന്ന്. സ്വഹാബികൾ മുഴുവനും ചെരുപ്പഴിച്ച് ഇപ്പുറത്തേക്ക് വെച്ചു. ചോദിച്ചു, നിങ്ങൾ എന്തിനാ വെച്ചതെന്ന്. റസൂല്, നിങ്ങൾ വെക്കുന്നുണ്ടിട്ട് ഞാൻ വെച്ചതെന്തറിയോ? ജിബ്രീൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ചെരുപ്പിന്റെ അടിയിൽ അഴുക്കുണ്ട്, അതുകൊണ്ട് മാറ്റി വെച്ചതാണ്. സ്വഹാബത്ത് ചോദിച്ചില്ല, അവരത് അങ്ങനെ തന്നെ സ്വീകരിച്ചു. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമുക്കേകിയ ഈ മഴയെ സ്നേഹത്തോടെ, പരിപൂർണ സംതൃപ്തിയോടെ നമുക്ക് സ്വീകരിക്കാം. അല്ലാഹുമ്മ ജഅൽഹു സ്വയ്യിബൻ നാഫിഅ. അള്ളാഹുവിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പഠിച്ച റബ്ബേ, ഈ മഴയിൽ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ കൂടിയിരുന്നതിൽ, ഇത്ര നേരം കേട്ടതിൽ, ഇനി ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷവും കേൾക്കാനിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സ്വർഗം മാത്രം പ്രതിഫലമായി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളോട് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുണ ചൊരിഞ്ഞ് അവരുടെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും വിനീതരായി, അവർക്ക് പൊരുത്തമുള്ളവരായി, അവരുടെ പൊരുത്തം സമ്പാദിച്ചവരായി, സ്വാലിഹുകളായ മക്കളായി മാറാൻ ഞങ്ങൾക്ക് നീ തുണ നൽകണേ നാഥാ. പഠിച്ച റബ്ബേ, ഞങ്ങളുടെ മക്കളെ കൊണ്ട് പ്രായപൂർത്തിയായ ആൺമക്കളാലും പെൺമക്കളാലും പരീക്ഷിക്കപ്പെടാതിരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ. പഠിച്ചവനെ, SSLC പരീക്ഷ കഴിഞ്ഞ, +2 പരീക്ഷ കഴിഞ്ഞ, റിസൾട്ട് കാത്തിരിക്കുന്ന, മാനസികമായ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരായ കുഞ്ഞുമക്കൾ, വിദ്യാർത്ഥിനികൾ, അവരുടെ മനസ്സിന് വിശാലതയും ആവേശവും ഈമാനും തൗഫീഖും നൽകി അനുഗ്രഹിക്കണമെന്നതാ. അല്ലാഹുവേ, നിന്റെ മഹത്തായ ദഅവാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ സംഘടിപ്പിച്ച ഈ പ്രവർത്തനത്തെ നീ ഖബൂലാക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. അനുഗ്രഹീതമായ ഈ മഴ നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചതിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, കുടിനീര് നൽകി, നല്ല മഴ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിച്ചു. പഠിച്ചവനെ, പരിപൂർണമായി നിന്നോട് കൃതജ്ഞതയുള്ളവരായി, നിനക്ക് നന്ദി ചൊരിയുന്നവരായി, നിനക്ക് എല്ലാ അർത്ഥത്തിലും ശുക്റുകൾ അർപ്പിക്കുന്നവരായി മാറാനുള്ള ഈമാനിന്റെ, തൗഹീദിന്റെ, തവക്കുലിന്റെ ദീനീബോധം അത് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമെന്നതാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل وسلم على نبينا محمد. വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ഓടിയാൽ മതി സഹോദരിമാര്. ആണുങ്ങൾ ഇപ്പുറത്തും കയറിയാൽ മതി, പ്രയാസം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.